ഇന്ത്യ ഒമാൻ വ്യാപാര ഉടമ്പടി കേരളത്തിന് വലിയ നേട്ടമുണ്ടാക്കുമെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇടുക്കി, വയനാട് എന്നിവിടങ്ങളിൽ നിന്ന് സുഗന്ധദ്രവ്യ കയറ്റുമതി വർദ്ധിക്കും. കയർ വ്യവസായം, ടൂറിസം മേഖലകളിലും നേട്ടമുണ്ടാകുമെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, ഏത് തരത്തിലേക്ക് നേട്ടമാകുമെന്നതാണ് മന്ത്രി വ്യക്തമാക്കിയത്? അനുജ, അഹിത 6 മാസം മുൻപ് ധാരണയായി ഒപ്പുവെച്ച ഇന്ത്യ ഒമാൻ വ്യാപാര ഉടമ്പടി, സ്വതന്ത്ര വ്യാപാര ഉടമ്പടി ഇന്നത്തോടെ അത് നിലവിൽ വരികയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനത്തിനിടെയാണ് അത് കേരളത്തിന് കൂടി ഏത് തരത്തിലായിരിക്കും പ്രയോജനപ്പെടുക എന്നുള്ള ഒരു മറുപടി പീയൂഷ് ഗോയലിന്റെ ഭാഗത്തും ഉണ്ടായത്. ഏറ്റവും പ്രധാനമായിട്ടും കേരളത്തിന് വലിയ നേട്ടമാവുക ഈ സുഗന്ധദ്രവ്യങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കുമെന്നുള്ള കാര്യമാണ്. അത് തന്നെ വയനാട്, ഇടുക്കി പോലുള്ള ജില്ലകളിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കും. ഒപ്പം തന്നെ കയർ വ്യവസായം, അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ, പ്രത്യേകിച്ചും മൺസൂൺ ടൂറിസത്തെ അടക്കം തന്നെ വലിയ തോതിൽ കേരളത്തിന് നേട്ടമുണ്ടാകുന്ന പദ്ധതിയാണ്, ഈ ഉടമ്പടികളാണ് ഇപ്പോൾ ഈ ഒരു കരാറിലുള്ളത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തുറമുഖ സഹകരണത്തിലും വലിയ സാധ്യതയുണ്ടാകും. പ്രത്യേകിച്ചും ഇന്ത്യക്കും ഒമാനും, പ്രത്യേകിച്ചും കേരളത്തിനും ഒമാനും ഇടയിലുള്ള തുറമുഖങ്ങളിൽ ദൂരം കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ, വലിയ രീതിയിലുള്ള സാധ്യതകൾ കേരളത്തിലെ തുറമുഖത്തിലും ഉണ്ടാകും, തുറമുഖ സഹകരണത്തിലും ഉണ്ടാകുമെന്ന കാര്യമാണ് ഇപ്പോൾ എന്തായാലും പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏകദേശം 98% ഉൽപ്പന്നങ്ങളും ഈ നികുതി ഇല്ലാതെ തന്നെ ഫ്രീ ഓഫ് താരിഫ് ആയിട്ടുള്ള കയറ്റുമതി ഇറക്കുമതിയാണ് ഈ ഒരു ഉടമ്പടിയോടെ പ്രാബല്യത്തിൽ വരുന്നത്. ഇതിനോടകം തന്നെ ഏകദേശം 10 കൺസൈൻമെന്റ്, ഇന്ത്യയിൽ നിന്നുള്ള 10 കൺസൈൻമെന്റുകൾ ഒമാനിലേക്ക് പുറപ്പെട്ടും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മാസങ്ങളിലും വലിയ രീതിയിലുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ തന്നെ കേരളത്തിലും വലിയ നേട്ടമുണ്ടാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ എന്തായാലും പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒമാനുമായി 6 മാസം മുൻപാണ് ഇന്ത്യ വ്യാപാര കരാർ ഉണ്ടാക്കിയത്. അത് കേരളത്തിനും നേട്ടമാകുമെന്നതാണ് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അറിയിക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് എന്നിവിടങ്ങളിൽ സുഗന്ധവ്യഞ്ജന കയറ്റുമതി വർദ്ധിക്കാൻ ഈ ഉടമ്പടി കാരണമാകും. മറ്റ് മേഖലകൾ, ടൂറിസം ഉൾപ്പെടെ മറ്റ് മേഖലകളിലും അത് ഗുണകരമാകുമെന്നതാണ് പീയൂഷ് ഗോയൽ അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.